ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليمًا كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال تعالى يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا وقال تعالى يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൻ്റെ പേരിലുള്ള നമ്മളുടെ ഈ ഒരുമിച്ച് കൂട്ടത്തെ പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. ജീവിതത്തിൽ എവിടെയെങ്കിലും നമുക്ക് വന്നുപോയിട്ടുള്ള എല്ലാ അപകടങ്ങളെയും അബദ്ധങ്ങളെയും തെറ്റുകുറ്റങ്ങളെയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. ഇനി ബാക്കിയുള്ള ജീവിതം അല്ലാഹുവിന് പൊരുത്തപ്പെട്ട നിലയിൽ നല്ല നിലയിൽ കഴിച്ചു കൂട്ടാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, റമദാനിൻ്റെ പേരിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ അമൂല്യമാണ്. അത് എത്രത്തോളം കരസ്ഥമാക്കാനായി നമ്മൾ അധ്വാനിക്കുമോ പരിശ്രമിക്കുമോ അത്ര കണ്ട് നമുക്ക് നാളെ ആഖിറത്തിൽ സന്തോഷിക്കാൻ കഴിയും. ഇന്നത്തെ നമ്മളുടെ അലസതയും അശ്രദ്ധയും മടിയും നാളെ വലിയ നഷ്ടത്തിന് വഴിയാവും, ഖേദത്തിന് വഴിയാവും. ഖേദം പ്രയോജനപ്പെടാത്ത ദിവസത്തിൽ എന്തെന്നില്ലാത്ത ഖേദത്തിന് നമ്മൾ അടിമപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അമലുകളിൽ മുന്നേറണം, അമലുകളിൽ ധൃതി കാണിക്കണം, സൽക്കർമ്മങ്ങളിൽ പരസ്പരം മത്സരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമദാനിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചിട്ട്, അതിൻ്റെ മാഹാത്മ്യത്തെയും അതിൽ ചെയ്തു കൂട്ടേണ്ട പുണ്യകർമ്മങ്ങളെയും സംബന്ധിച്ചിട്ട് ഒരിക്കൽ സഹാബത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഈ മാസത്തിലെ നല്ല നാളുകളിൽ, നല്ല ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങളിലുള്ള നിങ്ങളുടെ മത്സരത്തെ നിങ്ങൾ അള്ളാഹുവിന് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. ഒരു വലിയ പ്രയോഗമാണ്. ഈ മാസത്തിലെ നല്ല നാളുകളിൽ സൽക്കർമ്മങ്ങളിലുള്ള നിങ്ങളുടെ മത്സരത്തെ നിങ്ങളുടെ റബ്ബിന് നിങ്ങൾ കാണിച്ചു കൊടുക്കുക. സാധാരണ മത്സരങ്ങളിൽ നമ്മൾ മാർക്കിടാനിരിക്കുന്ന ആളുകൾക്ക് മുമ്പിലാണ് നമ്മുടെ പെർഫോമൻസ്, നമ്മളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ശ്രമിക്കാറുള്ളത്.
വിധികർത്താക്കളുടെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടുന്ന പോയിൻ്റാണ്, മാർക്കാണ് സമ്മാനമായി മാറുന്നത്. ഇവിടെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി ചെയ്തതുപോലെ നമ്മുടെ കാര്യത്തിൽ അങ്ങനെ ഒരു വിധികർത്താവായി, ജഡ്ജിയായി കാത്തു നിൽക്കുന്ന നമ്മുടെ രക്ഷിതാവ്, അവനെയാണ് നമുക്ക് നമ്മളുടെ അമലുകളിലുള്ള മുന്നേറ്റത്തെയും മത്സരത്തെയും അത്യാവേശത്തെയും ഒക്കെ കാണിച്ചു കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഈ റമദാനിൻ്റെ പുണ്യമായ വേളകൾ, അവസരങ്ങൾ, സമയങ്ങൾ അശ്രദ്ധയിലായി പോകരുത്, മടി പിടിച്ചു പോകരുത്, മറ്റ് തരതിരക്കുകളിൽ കുടുങ്ങിപ്പോകരുത്. ന്യായമായി നമ്മളൊക്കെ കാണാറുള്ള, പറയാറുള്ള ഒരു കാരണമാണ് തിരക്ക് കൊണ്ടാണ്, സമയക്കുറവ് കൊണ്ടാണ്. പക്ഷെ അതൊന്നും പ്രിയപ്പെട്ടവരെ ഒരു ഒഴിവ് കഴിവല്ല, ഒരു കാരണം പറച്ചിലല്ല. അങ്ങനെ കാരണം പറഞ്ഞ് നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ തൽക്കാലം പിടിച്ചു നിൽക്കാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ചെറിയ ആശ്വാസം കൊള്ളാമെന്നല്ലാതെ പരലോകത്തിൻ്റെ നഷ്ടം കണക്ക് കൂട്ടുമ്പോൾ, പരലോകത്തുണ്ടാകാൻ പോകുന്ന കുറവുകളെ കണക്ക് കൂട്ടുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ഇന്ന് അശ്രദ്ധയിൽ കഴിയാൻ കഴിയേയില്ല. അതുകൊണ്ട് പരമാവധി അമലുകൾ വർദ്ധിപ്പിക്കണം, ഇബാദത്തുകളിൽ ശ്രദ്ധിക്കണം, ഫറളായ സുന്നത്തായ അമലുകൾ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കണം, നോമ്പിൽ ശ്രദ്ധിക്കണം, നോമ്പിൻ്റെ ആദാബുകൾ പാലിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, ഖുർആൻ അധികമായി പാരായണം ചെയ്യണം, ഖുർആനുമായി ബന്ധം സ്ഥാപിക്കണം, ബന്ധം പുലർത്തണം, ബന്ധം വർദ്ധിപ്പിക്കണം, മറ്റ് സൽക്കർമ്മങ്ങളൊക്കെ നമ്മൾ വർദ്ധിപ്പിക്കണം, സദഖ സക്കാത്തുകൾ വർദ്ധിപ്പിക്കണം, മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ, നോമ്പ് തുറപ്പിക്കുന്നതിൽ നമുക്ക് ആവേശവും ആഗ്രഹം ഉണ്ടാകണം. ഇതൊന്നും വെറുതെ അല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇങ്ങനത്തെ അമലുകളിൽ മുന്നേറ്റം നടത്തണം. പിന്നെ കുറേ ദിവസങ്ങളായി നമ്മൾ പറഞ്ഞു വരുന്നത് പോലെ നമ്മളുടെ ജീവിതത്തിലെ പെരുമാറ്റങ്ങൾ നന്നാക്കണം, സ്വഭാവം നന്നാക്കണം, സംസാരം നന്നാക്കണം, കുടുംബത്തിൻ്റെ ഉള്ളിലുള്ള നമ്മളുടെ ഇടപെടലുകളൊക്കെ നന്നാക്കണം, ബന്ധുക്കളുമായുള്ള നമ്മളുടെ ബന്ധം നന്നാക്കാനും ഊഷ്മളമാക്കാനും ശ്രമിക്കണം. ഇതിനൊക്കെ വേണ്ടിയാണ് നമുക്ക് അള്ളാഹു റമദാൻ തന്നത്. ഇതിനൊക്കെ വേണ്ടിയാണ് അള്ളാഹു നമ്മളെ കൊണ്ട് നോമ്പടിപ്പിക്കുന്നത്. അതിലൊക്കെ നമുക്ക് അതീവ ജാഗ്രതയും അതീവ ശ്രദ്ധയും ഉണ്ടാകണം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നതിനോടൊപ്പം നമ്മളുടെ കൂട്ടുകുടുംബാദികളെയും നമ്മളോടൊപ്പം ചേർക്കണം. അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഞാൻ കുറേ ദിവസങ്ങളായി നമ്മളുടെ ഈ സദസ്സിനെ നന്നായി വീക്ഷിക്കും. ഞാൻ കയറിയിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, ഇങ്ങനെ എല്ലാവരെയും മുഖവും നോക്കും. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ വന്നില്ലെങ്കിൽ ആരാ വരാത്തതെന്ന് എനിക്ക് മനസ്സിലാവും. അതെന്തുകൊണ്ടാണ് വരാത്തതെന്നും മനസ്സിലാവും. എന്തുകൊണ്ടാണ് വരാത്തത് അത് മനസ്സിലാവും, അതും മനസ്സിലാവും. പ്രിയപ്പെട്ടവരെ, വളരെ വേദനയോടുകൂടി, വളരെ ദുഃഖത്തോടുകൂടി കുറേ ദിവസങ്ങളായി എപ്പോഴും ഞാൻ കയറി വരുമ്പോഴും സംസാരം നിർത്തി ഇറങ്ങിപ്പോകുമ്പോഴും മനസ്സിൻ്റെ ഒരു വല്ലാത്ത വ്യഥ എന്ന് പറയുന്നത് പുതിയ തലമുറ ഈ ഭാഗത്തില്ല, ചെറുപ്പക്കാർ ഈ ഭാഗത്തില്ല. ആ പഴയ ഓർമ്മയും പഴയ പതിവും പഴയ ഒരു പാരമ്പര്യവും നിലനിർത്തുന്ന അല്പം പ്രായവും വയസ്സും ഒക്കെ ഉള്ള ആളുകളാണ് ഇന്ന് പള്ളിയുടെ ഉള്ളിൽ വന്ന് ഇങ്ങനെ റമദാൻ പ്രഭാഷണം ആഘോഷിക്കുന്നത്, ആസ്വദിക്കുന്നത്. അള്ളാഹു നമുക്ക് നല്ല തൗഫീഖ് തരുമാറാകട്ടെ. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് അടുത്ത തലമുറ എവിടെ പോയി, അടുത്ത തലമുറ എവിടെയാണ്? ആ തലമുറയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ടേ പ്രിയപ്പെട്ടവരെ, ചിന്തിക്കണ്ടേ? അതിങ്ങനെ നമ്മൾ പ്രസംഗത്തിൽ അത്തരം വിഭാഗത്തെ കുറ്റപ്പെടുത്തുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ അവതരിപ്പിക്കുകയും വഴിതെറ്റുന്ന യുവത, തെറ്റിപ്പോയ സമുദായം, തലതെറിച്ച തലമുറ എന്നൊക്കെ ഇങ്ങനെ പറയാം. ആളുകൾ പ്രസംഗിക്കാൻ വിളിക്കുമ്പോൾ എന്താ വിഷയം വേണ്ടെന്ന് ചോദിക്കുമ്പോൾ പറയുന്ന വിഷയങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ അവരുടെ തെറിച്ചുപോയ തല അങ്ങനെ വിടാൻ പറ്റുമോ നമുക്ക്? അത് നമ്മുടെ മക്കളല്ലേ. നാളെ ഈ പാരമ്പര്യം ഭൂമിയിൽ നിലനിർത്തേണ്ടത് അവരല്ലേ. അവർ ഈ വഴിയിലില്ലെങ്കിൽ പിന്നെ പോകുന്നത് നമ്മളുടെ ശത്രുക്കളുടെ വഴിയിലല്ലേ, അള്ളാഹുവിനും റസൂലിനും ഇഷ്ടപ്പെടാത്ത സല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗത്തിലല്ലേ. നമ്മളുടെ പുതിയ തലമുറ അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ശത്രുക്കളുടെ നിരയിൽ ചെന്ന് നിന്നാൽ അതുകൊണ്ട് നമുക്കെത്ര തലവേദന ഉണ്ടാവും, ദുനിയാവിലും ഉണ്ടാവും അല്ലേ.
അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് എത്ര വലിയ പേരുദോഷം ഉണ്ടാവും, നമ്മുടെ സമുദായത്തിന് എത്ര വലിയ പേരുദോഷം ഉണ്ടാവും. അതിൻ്റെയും അപ്പുറത്തേക്ക് നമ്മളുടെ പ്രിയപ്പെട്ട സന്തതികൾ അവരുടെ പ്രായക്കുറവിൻ്റെയും ചോരത്തിളപ്പിൻ്റെയും പേരിൽ ഇന്ന് പോയി നിൽക്കുന്ന മോശപ്പെട്ട മാഹോലിൻ്റെ പേരിൽ അവർക്കെത്ര വലിയ ദോഷം ഉണ്ടാവും അതവരറിയുന്നില്ലല്ലോ. അവർക്കെത്ര വലിയ ദോഷം ഉണ്ടാവും. അവരുടെ ജീവിതത്തിൽ അവർക്ക് സംഭവിക്കാൻ പോകുന്ന തകർച്ചയും ദീനിയായ നിലയിൽ മാത്രമല്ല ദുനിയവിയായ നിലയിലും നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന മോശമായ മാനസികാവസ്ഥയെ പരിഗണിച്ചാൽ വരാൻ പോകുന്ന ഭാവി അപകടകരമാണ്. ദീനുമില്ല ദുനിയാവുമില്ലാത്ത ഒരു ദുരവസ്ഥയിലേക്ക് നമ്മുടെ പുതിയ തലമുറ വഴിമാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ മാത്രം അങ്ങനെ പ്രഭാഷണത്തിൽ പങ്കെടുത്താൽ മതിയോ, ദുആയിൽ പങ്കെടുത്താൽ മതിയോ, നല്ല കാര്യങ്ങൾ ചെയ്താൽ മതിയോ? അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തം തീരുമോ? നമ്മുടെ ഉത്തരവാദിത്തം വളരെ വലുതാണ് പ്രിയപ്പെട്ടവരെ. ഒന്നാമതായി നമ്മൾ ഒന്നുകിൽ വാപ്പയാണ്, അല്ലെങ്കിൽ കാർണോറാണ്, മൂത്ത സഹോദരനാണ്, അല്ലെങ്കിൽ ഉസ്താദാണ്. ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രസംഗിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന സമയത്ത് മൈക്കിലൂടെ പ്രസംഗിച്ച് തീർത്തിട്ട് അയാളുടെ ഉത്തരവാദിത്തം തീർന്നു എന്ന് വിചാരിക്കില്ല. ഇഖാമത്ത് കൊടുക്കുമ്പോൾ കയറി ഇമാമത്തായി നിന്നിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ എൻ്റെ ഉത്തരവാദിത്തം തീർന്നു എന്ന് ഞാൻ വിചാരിക്കലാണോ? ഇമാമ് എന്ന് പറഞ്ഞാൽ, ഉസ്താദ് എന്ന് പറഞ്ഞാൽ, പ്രഭാഷകൻ എന്നൊക്കെ പറഞ്ഞാൽ അയാൾക്കുമുണ്ട് ഉത്തരവാദിത്വം. ഇങ്ങനെ നമുക്ക് അള്ളാഹു തന്നിരിക്കുന്ന ചില പദവികളുണ്ടല്ലോ, ആ പദവികൾ ഉപയോഗപ്പെടുത്തി നമ്മുടെ ഉത്തരവാദിത്വത്തെ നമ്മൾ കൃത്യമായി നിർവഹിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ പേരിൽ അള്ളാഹു നമ്മളോട് ചോദ്യം ചെയ്യും. അതിൻ്റെ പേരിൽ വരാൻ പോകുന്ന സമുദായത്തിലെ വീഴ്ചകൾക്ക് നമ്മൾ കൃത്യമായി പടച്ചവൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. وقالوا ربنا إنا أطعنا سادتنا وكبراءنا فأضلونا السبيل ربنا آتهم ضعفين من العذاب والعنهم لعنا كبيرا إنا أطعنا سادتنا وكبراءنا فأضلونا السبيل ربنا آتهم ضعفين من العذاب والعنهم لعنا كبيرا. നാളെ ഖിയാമത്ത് നാളിൽ ഒരു പറ്റം ആളുകൾ നരകത്തിന് വിധേയരാക്കപ്പെടുമ്പോൾ അവരെ നരകത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോകപ്പെടുന്ന സമയത്ത് അവർ വിളിച്ചു പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറയുന്നത്, ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ജയിലിലേക്ക് പോകുന്ന ആളുകളോട് പത്രക്കാർ ഇങ്ങനെ മൈക്ക് നീട്ടിപ്പിടിച്ചിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ചില കാര്യങ്ങളില്ലേ. കൊലക്കയറിലേക്ക് പോകുന്ന ആളോട് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ, ബോധിപ്പിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് അല്ലാഹു തആല പറയുന്നത്. എന്താ അവർ പറയുന്നത്? റബ്ബനാ ഇന്നാ അതഅനാ സാദത്നാ വകുബറാഅനാ ഫഅദല്ലൂന സബീല. ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ മഹല്ലിൽ, ഞങ്ങളുടെ സമുദായത്തിൽ ഞങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന, മുമ്പിൽ നടന്നിരുന്ന കുറച്ച് ആളുകളുണ്ടായിരുന്നു. അവർ വരച്ച വരയിലൂടെ, അവർ തെളിച്ച വഴിയിലൂടെ, അവരുടെ പിന്നിൽ ഞങ്ങൾ അവരെ പിന്തുടർന്നങ്ങ് നടന്നതാ പടച്ചോനെ. അല്ലാതെ ഞങ്ങളായിട്ടല്ലല്ലോ ഇന്ന ക്യാമ്പസ് തിരഞ്ഞെടുത്തത്. അങ്ങനെ വേണേൽ അർത്ഥം വെക്കാം ഈ സ്റ്റേറ്റ്മെൻറ്റിന്. ഇന്ന സ്കൂളിൽ ഞങ്ങളെ ചേർത്തത് അവരല്ലേ, ഞങ്ങളല്ലല്ലോ. ഇന്ന ആളുകളോടൊപ്പം പാടില്ലാത്ത കൂട്ടുകെട്ടിന് പോയപ്പോൾ അതിൽ നിന്നും നിയന്ത്രിക്കാനോ നേർവഴിയിലേക്ക് തിരിച്ചുവിടാനോ അവരല്ലേ ശ്രദ്ധിക്കേണ്ടിയിരുന്നത്, ഞങ്ങളല്ലല്ലോ. അവരല്ലേ ശ്രദ്ധിക്കേണ്ടിയിരുന്നത്. കാര്യങ്ങളുടെ ഭാവിയെ സംബന്ധിച്ചിട്ട് കൃത്യമായി കണക്ക് കൂട്ടി നേർവഴിയിൽ നടക്കാൻ പക്വതയുള്ള പ്രായമെത്തുന്നതിന് മുമ്പ് ഞങ്ങളുടെ മനസ്സ് അങ്ങുമിങ്ങും അബദ്ധസഞ്ചാരം നടത്തിയപ്പോൾ ഈ പ്രായവും പക്വതയും ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചിരുന്ന കുടുംബത്തിലെ നായകന്മാർ ഞങ്ങളെ നിയന്ത്രിക്കേണ്ടിയിരുന്നില്ലേ? ന്യായമല്ലേ? നിയന്ത്രിക്കാതിരുന്നില്ലേ? എന്തുകൊണ്ട് അവരങ്ങനെ നിയന്ത്രിച്ചില്ല? അതുകൊണ്ട് റബ്ബനാ ആതിഹിം ദഅഫൈനി മിനൽ അദാബി വൽഅൻഹും ലഅനൻ കബീറാ. റബ്ബനാ ആതിഹിം ദഅഫൈനി മിനൽ അദാബി വൽഅൻഹും ലഅനൻ കബീറാ. അതുകൊണ്ട് പടച്ചവനെ, നീ അവർക്ക് ഡബിൾ ശിക്ഷ കൊടുക്കണം, 2 ശിക്ഷ കൊടുക്കണം. അവർക്ക് ശക്തമായ ശിക്ഷ നീ കൊടുക്കണം. കാരണം ഞങ്ങൾ ഈ ഗതികേടിലായിപ്പോയതിൻ്റെ കാരണക്കാർ അവരാണ് എന്ന് പറയുന്ന ഒരു പശ്ചാത്തലത്തെ പടച്ചവൻ അവൻ്റെ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് ഓതിക്കേൾപ്പിച്ചു തരാണ് പ്രിയപ്പെട്ടവർ.
ഇതിങ്ങനെ എല്ലാ വർഷവും മിക്കവാറും നമ്മൾ പ്രസംഗത്തിൽ പറയാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ഫലം എത്രത്തോളം നമ്മളുടെ വാക്കുകളിലും പെരുമാറ്റങ്ങളിലും പ്രവർത്തനങ്ങളിലും കുടുംബത്തിൽ തിളങ്ങിക്കാണുന്നുണ്ട് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മളുടെ പ്രിയപ്പെട്ട പുതിയ തലമുറയോട് നല്ല സംസാരത്തിലൂടെ, നല്ല ഇടപഴകലിലൂടെ, നല്ല വർത്തമാനത്തിലൂടെ, നല്ല സമീപനങ്ങളിലൂടെ അവരെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കണം, ദീനിലേക്ക് ക്ഷണിക്കണം, ദീനിൻ്റെ മാഹാത്മ്യത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതിന് ഏതെങ്കിലും നല്ലൊരു ഉസ്താദിനെ കൊണ്ടിരുത്തിയിട്ട് വഅദ് പറയിപ്പിക്കൽ മാത്രമല്ല. അങ്ങനെയാണ് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഖുർആൻ ക്ലാസ് എടുപ്പിക്കലും ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുപ്പിക്കലും മാത്രമല്ല. പ്രിയപ്പെട്ടവരെ, ഒരു മാതാവിനെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം, ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മൂത്ത സഹോദരങ്ങളെയോ കാരണവന്മാരെയോ ഒക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്ലാഹു തആല കൊടുത്തിരിക്കുന്ന അധികാരം ഉപയോഗപ്പെടുത്തി ഈ മനസ്സുകളെയും ബുദ്ധിയെയും അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ അഹോരാത്രം പണിയെടുക്കണം. അതിൻ്റെ അപ്പുറത്തേക്ക് മലയാള ഭാഷയിൽ എന്തെങ്കിലും പ്രയോഗം ഉണ്ടോ എന്ന് എനിക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാനത് പറയാം. അഹോരാത്രം പണിയെടുക്കണം. അതിൽ നമ്മൾ പുലർത്തേണ്ട ഒരു നയമെന്ന് പറയുന്നത് നമ്മുടെ ഹബീബായ മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്താണ്. ഒരാളുടെ പടിവാതിലിൽ എത്ര പ്രാവശ്യം പോയി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഒരു പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യം, 10 പ്രാവശ്യമാണോ പ്രിയപ്പെട്ടവരെ? ചരിത്രം എഴുതിയിട്ടുണ്ട് 1500-ലധികം പ്രാവശ്യം. ഒരു പക്ഷേ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരിക്കലും നന്നാവൂല എന്ന് നമുക്കൊക്കെ വിധി പറയാൻ കഴിയുന്ന സാക്ഷാൽ അബൂജഹലിൻ്റെ പടിവാതിലിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയിട്ടുണ്ട്. അബൂജഹലിൻ്റെ പടിവാതിലില്ലേ? ഏതായാലും നമ്മുടെ മക്കൾ അബൂജഹലിൻ്റെ അത്രയും പടക്കൊന്നും ആയിട്ടില്ലല്ലോ ഇപ്പോൾ എന്ന് വിചാരിക്കുക. അള്ളാഹു അങ്ങനെയൊക്കെ ആക്കി തീർക്കുമാറാകും. എങ്ങനെ ആക്കി തീർക്കട്ടെ? അബൂജഹലിനെ പോലെ ആക്കാനല്ല, വടക്കാക്കാത്ത നിലയിൽ നമ്മുടെ മക്കളെ കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ എന്നാണ് പറഞ്ഞു. നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കളോട് ദീനിൻ്റെ വഴിയിലേക്ക് അവരെ ക്ഷണിക്കാൻ വേണ്ടി എന്താണ് ചെയ്തത് എന്നൊന്ന് ആലോചിച്ച് നോക്കുക. എന്താ ചെയ്തത്? ഹേയ്, സമയമായി, ഇതുവരെ എണീച്ചില്ല, പോത്തെ എണീക്കടാ. രാവിലെ നമ്മൾ ചെയ്യുന്ന ദീനീ പ്രബോധനമാണ്, ദീനീ പ്രവർത്തനം. അതാ നമ്മുടെ ദീനീ പ്രബോധനം. എന്താ? സുബഹി നിസ്കാരത്തിൻ്റെ സമയത്ത് പാവം പൂണിപ്പൊതച്ച് കടന്നുറങ്ങുന്ന സാധുവിൻ്റെ അടുക്ക പോയി പറ്റുമെങ്കിൽ കാലുകൊണ്ടൊരു തഴി. നമ്മൾ അങ്ങനെയാണല്ലോ പരിചയം. മൻ റഅ മിൻകും മുൻകറൻ ഫലിയുഗയ്യിറുഹു ബിയദിഹി. ഒരു തെറ്റ് കണ്ടാൽ അള്ളാഹു റസൂൽ പറഞ്ഞ് നമ്മൾ കൈകൊണ്ട് തടുക്കണമെന്നാണ്. നമ്മളങ്ങ് അമൽ ചെയ്യുക. എല്ലാ വാപ്പന്മാരും കാരണവന്മാരും ഇക്കാക്കന്മാരും അമൽ ചെയ്യുക. ആദ്യം കൈകൊണ്ടാണ് തടുക്കുന്നത്. കൈകൊണ്ട് തടുക്കുമ്പം പാവം കൊള്ളുന്ന ഓൻ്റെ ശബ്ദം കൊണ്ട് മാത്രം അടികൊണ്ടു നമുക്ക് തിരിയാം. പിന്നെ രണ്ടാമത്തെ എന്താണ്? ഫൈല മെസ്തത്തി ഫബി ലിസാനിഹി. അതിന് പറ്റുന്നില്ലെങ്കിൽ പിന്നെ നാവ് കൊണ്ട് നമ്മൾ ഈ പറഞ്ഞു പോത്തെ, മറ്റേ മോനെ, മറിച്ചേ മോനെ. മൂന്നാമത്തതോ മനസ്സുകൊണ്ട് വെറുക്കണമെന്നാണ്. അതും നമ്മളങ്ങ് അമൽ ചെയ്യുന്നുണ്ട്. ഓനെൻ്റെ മോനേ അല്ല, അങ്ങ് തീരുമാനിച്ചു നമ്മൾ. ഓനെൻ്റെ മോനേ അല്ല, ഓന് പടി ചവിട്ടണ്ട, ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ നോനിന് കഴിക്കാൻ കൊടുക്കേ വേണ്ട, ഓനെ പുറത്താക്കണം. എന്താ കാരണം? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞല്ലേ മനസ്സുകൊണ്ട് വെറുക്കണമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിക്കും ചിന്തിച്ചോണം. ഞാൻ ഖുർആനും ഹദീസും ഒക്കെ അർത്ഥം വെച്ചിട്ട് കാര്യം പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് മാത്രം മനസ്സിലാക്കിയാൽ മതി. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് അല്ലെങ്കിൽ പെണ്ണുങ്ങളോട്, ഭാര്യ രാവിലെ കിടന്നുറങ്ങുകയാണ്, 1-2 പ്രാവശ്യം നമ്മൾ വിളിക്കാൻ ശ്രമിച്ചു, എണീക്കുന്നില്ലെങ്കിൽ ഇതേ മാതിരി നമ്മൾ പോയി കാലുകൊടുത്താടുത്ത് പോത്തെ എണീച്ച് പോത്തുപോലെ വളർന്ന് വണ്ണം വെച്ചിട്ട് മൂടി പൊതച്ച് കിടക്കും. ഒന്ന് പോയിട്ട് പർദ്ദസ്കരിക്കും, പല്ലേക്ക്. പോത്തേന്ന് വിളിക്കുമ്പം നിന്നോടൊരു ചോദ്യം, അല്ലടാ ഇത്രയും നല്ല പെൺകുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ട് നീ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഒരു പോത്തിനെയാ എന്ന് നിന്നോടൊരു ചോദ്യം ഉണ്ടല്ലോ അല്ലേ? ഒരു പോത്തിന്, അയ്യേ നാണക്കേട്. ഇതുപോലെ മറ്റേ മോനെ മറിച്ചേ മോനെ എന്ന് വിളിക്കുമ്പം അത് ആരുടെ മോനാ? എൻ്റെ മോനല്ലേ. ഞാൻ മറ്റേ മോനെ മറിച്ചേ മോനെ എന്ന് പറയുന്നത് പള്ളിയിലിരുന്ന് താലീമിൻ്റെ സദസ്സിൽ നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ആ പ്രയോഗം നടത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നിൻ്റെ മകനല്ലേ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ അപ്രോച്ച്, നമ്മളുടെ സമീപനം വളരെ നന്നാക്കണം. ഇന്നലെ നമസ്കാരത്തിൽ, തറാവീഹ് നമസ്കാരത്തിൽ പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ ഇമാം ഇങ്ങനെ ഓതുമ്പോൾ ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ വൽ മൗഇദത്തിൽ ഹസന. നിങ്ങളുടെ റബ്ബിൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം. ആരായി ജനങ്ങൾ?
ആരാ ജനങ്ങൾ? നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലുള്ളതല്ല ജനങ്ങൾ. വീട്ടിൻ്റെ പുറത്ത് കമ്പസാറ് പള്ളിയിൽ പോകുമ്പോൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ സദസ്സിനെ സംബോധന ചെയ്തുകൊണ്ട് അയ്യുഹന്നാസ്, അതാണ് ജനങ്ങൾ. പ്രിയപ്പെട്ടവരെ, ആദ്യം ജനങ്ങൾ എന്ന് പറയുന്ന ഈ പ്രയോഗത്തിൽ വരുന്നത് എന്നോടൊപ്പം കിടക്കുന്ന എൻ്റെ പ്രിയതമയാണ്, പ്രിയപ്പെട്ടവളാണ്, എൻ്റെ മക്കളാണ്, എൻ്റെ മരുമക്കളാണ്, എൻ്റെ കുഞ്ഞുങ്ങളാണ്. അവരിൽ തുടങ്ങണം പ്രബോധനം. വഅൻദിർ അശീറതകൽ അഖ്റബീൻ വഅൻദിർ അശീറതകൽ അഖ്റബീന വഖ്ഫിദ് ജനാഹക ലിൽ മുഅ്മിനീൻ. ഇതൊക്കെ ഖുർആനല്ലേ? ഇതൊക്കെ തറാവീഹ് നിസ്കാരത്തിൽ ഇന്നലെയും മെനഞ്ഞാന്നും ഒക്കെ ആയിട്ട് ഓതിക്കേട്ട വചനങ്ങളല്ലേ? അള്ളാഹു പറയുന്ന വാക്കുകളല്ലേ? നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് മുന്നറിയിപ്പ് നൽകണം. നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് മുന്നറിയിപ്പ് നൽകണം. ആ മുന്നറിയിപ്പ് നൽകുന്നത് ഹിക്മത്തോടു കൂടിയായിരിക്കണം, തന്ത്രപരമായ നിലയിലായിരിക്കണം, അവർക്ക് മനസ്സിന് വെറുപ്പുണ്ടാക്കാത്ത രൂപത്തിലായിരിക്കണം. പോത്തുപോലെ വളർന്ന് വണ്ണം വെച്ചിട്ട് കൊച്ചു കുഞ്ഞുങ്ങൾ പോലും നോമ്പെടുക്കുന്നു, നീ എന്താടാ നോമ്പെടുക്കാത്തത്? നാണയില്ല എനിക്ക്. അതോടുകൂടി അവൻ പിന്നെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നോമ്പെടുക്കണമെന്നോ പള്ളിയിൽ വരണമെന്നോ ദീനനുസരിച്ച് ജീവിക്കണമെന്നോ വേണ്ട എന്ന് തീരുമാനിച്ചോളാം. അത്രയ്ക്കും വെറുപ്പുണ്ടാക്കും ആ മനസ്സിന് അങ്ങനെ വെറുപ്പുണ്ടാക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ, പ്രത്യേകിച്ച് ദീനി പ്രബോധനത്തിൽ പ്രയോഗിക്കുമ്പോൾ മനസ്സിനെ വെറുപ്പിക്കരുത്. ഹാറൂൺ റഷീദ് റഹിമഹുല്ലാ അവരുടെ സന്നിധിയിൽ അദ്ദേഹം ലോകം അടക്കി ഭരിച്ചിരുന്ന ഒരു വലിയ ഭരണാധികാരിയായിരുന്നു. ഒരു ഭരണാധികാരി. ആ ഭരണാധികാരിയുടെ മുമ്പിൽ ചില പണ്ഡിതന്മാർ വന്നു. പണ്ഡിതന്മാർ വന്നു. എന്നിട്ട് അദ്ദേഹത്തോട് ദീനി പ്രബോധനം നടത്തി, ദീനി പ്രഭാഷണം നടത്തി എന്ന് പറഞ്ഞാൽ ദീനിയായ ഉപദേശം നടത്തി. നമ്മൾ ആലിമീങ്ങളാണല്ലോ, മൗലവിമാർ, ഉസ്താദന്മാർ. രാജാവായാലെന്താ, രാജാവിൻ്റെ ഉപ്പയായാലെന്താ, നമ്മൾ ഉസ്താദന്മാരല്ലേ, ഉസ്താദന്മാരുടെ മുമ്പിൽ അവർ നിലക്ക് നിൽക്കണ്ടേ എന്നൊരു നിലപാട് പൊതുവെ ആലിമീങ്ങൾക്കൊക്കെ ഉണ്ട്. ആ വന്ന ആളുകൾ രാജാവിനോട് വളരെ പരുക്കൻ ഭാഷയിൽ സംസാരിച്ചു. വളരെ പരുക്കൻ ഭാഷയിൽ സംസാരിച്ചു. രാജാവ് അത്ര മോശക്കാരനൊന്നുമല്ല. രാജാവ് ഒരുപക്ഷെ ഈ വന്ന മൗലവിമാരെക്കാളും വലിയാണ്. ചരിത്രം കണ്ടതിൽ വെച്ചൊരു വലിയായ ഭരണാധികാരിയാണ് ഹാറൂൺ റഷീദ് റഹിമഹുല്ലാ അവറുകൾ. കുറേ ഇങ്ങനെ ഇവർ വല്ലാതെ സംസാരിച്ച് കൂടി ഇങ്ങനെ കയറി പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു മിനിറ്റ്, ഇങ്ങനെ നമ്മൾ പറയും, ഒരു മിനിറ്റ്, നിങ്ങൾ സംസാരിക്കുമ്പം അല്പം മയമായി സംസാരിച്ചാൽ തിരക്കേടില്ലായിരുന്നു. നിങ്ങൾ മൗലവിമാരൊക്കെ ശരി തന്നെ, ഉസ്താദന്മാരൊക്കെ ശരി തന്നെ, ഞാനൊരു സാധാരണക്കാരനാണ്, അതും ശരി തന്നെ. പക്ഷെ നിങ്ങൾ സംസാരിക്കുമ്പോൾ അല്പം മയമായി സംസാരിച്ചാൽ നല്ലതായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെക്കാളും ശ്രേഷ്ഠരായ രണ്ടാളുകൾ എന്നെക്കാളും മോശക്കാരനായ ഒരാളുടെ അരികിലേക്ക് പോയപ്പോൾ അവരോട് അള്ളാഹു പറഞ്ഞത് ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ എന്നാണ്. എന്നെക്കാളും മോശക്കാരനായ ഒരു രാജാവുണ്ടായിരുന്നു അന്ന്. അയാളുടെ അരികിലേക്ക് ദീൻ പറയാൻ വേണ്ടിയിട്ട് നിങ്ങളെക്കാളും ശ്രേഷ്ഠവാന്മാരായ രണ്ടാളുകളെ അള്ളാഹു നേരിട്ട് അയച്ചു. അത് മൂസ അലൈഹിസ്സലാമയും ഹാറൂൻ അലൈഹിസ്സലാം, രണ്ട് നബിമാരാണ്. ഏതായാലും നിങ്ങൾ നബിയൊന്നും അല്ലല്ലോ, മുലാർ മാത്രമല്ലേ ഉള്ളൂ. ഞാൻ ഫിറോവൊന്നും അല്ലല്ലോ, ഞാൻ അത്രയ്ക്ക് മോശക്കാരനൊന്നും ആയിട്ടില്ലല്ലോ. എന്നെക്കാളും മോശക്കാരനായ ഒരുത്തൻ്റെ അരികിലേക്ക് നിങ്ങളെക്കാളും ശ്രേഷ്ഠവാന്മാരായ രണ്ടാളുകളെ അയച്ചപ്പോൾ അള്ളാഹു അവർക്ക് കൊടുത്ത നിർദ്ദേശം ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. അവരോട് നീ പോയി അള്ളാഹ് പറയാ, ഫിറോൻ്റെ അടുക്കലേക്ക് നിങ്ങൾ പോകുമ്പോൾ സംസാരിക്കുമ്പം വളരെ മയമായി അള്ളാഹുവിൻ്റെ കരുണയാണ് പ്രിയപ്പെട്ട, അള്ളാഹുവിൻ്റെ കരുണ അല്ലേ. ഫിറോൻ ഇത്ര ധിക്കാരിയാണെങ്കിലും ഞാനാണ് റബ്ബ് എന്നല്ല, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് പറഞ്ഞ ആളാ. അങ്ങനത്തെ ഫിറോൻ്റെ കാര്യത്തിൽ അള്ളാഹ് പറയാ, സംഗതി ഓൻ അങ്ങനെയൊക്കെ അർത്ഥം വെക്കുമ്പോൾ തെറ്റിപ്പോരുത്, ഖുർആനായത്താണ്, ശരിക്കും ശ്രദ്ധിക്കണം. സംഗതി ഓൻ അങ്ങനെയൊക്കെ പറഞ്ഞാലും ഓൻ എൻ്റെ അടിമയല്ലേ, അതുകൊണ്ട് നിങ്ങൾ പോയി അവനോട് സംസാരിക്കുമ്പോൾ മയമായി സംസാരിക്കണം. അള്ളാഹു പറയാം, മയമായി സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, ഫറോവയുടെ മുമ്പിൽ പോകുന്ന നബിമാരോട് മയമായി സംസാരിക്കാനാണ് പടച്ചവൻ കൽപ്പിച്ചതെങ്കിൽ എൻ്റെ ബെഡിൽ കിടന്നുറങ്ങുന്ന എൻ്റെ പ്രിയപ്പെട്ടവളോട്, അല്ലെങ്കിൽ എൻ്റെ കൂട്ടത്തിൽ കഴിഞ്ഞുകൂടുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് ഞാൻ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? പ്രിയപ്പെട്ടവരെ, നമ്മളുടെ പ്രിയപ്പെട്ടവർ, നമ്മളോടൊപ്പം കഴിഞ്ഞുകൂടുന്നവർ, നമ്മളുടെ വർത്തമാനത്തിൻ്റെ സ്വാധീനത്തിൽ, നമ്മുടെ വർത്തമാനത്തിൻ്റെ മാധുര്യത്തിൽ, നമ്മുടെ സമീപനത്തിൻ്റെ ആകർഷണീയതയിൽ അറിയാതെ അവർ നന്നാകണം. അവരറിയാതെ നന്നായി പോകണം. അതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ഹിക്മത്ത് ഉണ്ടാകണം, മയമുണ്ടാകണം, സൽസ്വഭാവം ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
ഓരോ ഇടങ്ങളിലേക്കും സംഘങ്ങളായി സഹാബത്തിനെ നിയോഗിക്കുമായിരുന്നു ഒരു പ്രദേശത്തേക്ക് അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അവരുകളെ യമനിലേക്ക് അയച്ചു നമ്മൾ ചരിത്രത്തിൽ കേൾക്കുന്നില്ലേ? മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അവരുകളെ മദീനത്തേക്ക് അയച്ചു എന്ന് പറയുന്നില്ലേ? ഓരോ ഇടങ്ങളിലേക്കും ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഓരോരോ സംഘങ്ങളെ അയക്കുമ്പോൾ ആ സംഘത്തെ ഇരുത്തിയിട്ട് അതിൻ്റെ നേതാവിനെ പ്രത്യേകം ഉപദേശിക്കുന്ന കൂട്ടത്തിൽ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്ന ചില ഉപദേശങ്ങളിൽ ഒരു ഉപദേശം ബശ്ശിറു വലാ തുനഫിറു യസ്സിറു വലാ തുഅസ്സിറു. ഇതാണ് ദീന്. ദീന് വളരെ എളുപ്പമാണ്. ദീന് ആസ്വദിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കർമ്മമാണ്. അല്ലാതെ വെറുപ്പോടുകൂടി വിഷമത്തോടുകൂടി തലക്കനത്തോടുകൂടി ഒന്നും ചെയ്യേണ്ട വരുന്ന കാര്യമല്ല. നബി തങ്ങൾ അത്തരം ആളുകളോട് പ്രത്യേകമായി ഉപദേശിക്കുമായിരുന്നു. ബഷീറൂ, ഓർമ്മ വെക്കണേ, നിങ്ങൾ പോകുന്ന വഴികളിൽ കാണുന്ന ആളുകളോട് സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് സന്തോഷിപ്പിച്ചുകൊണ്ട് വേണം പെരുമാറാൻ കേട്ടോ. അല്ലാഹുവിൻ്റെ റസൂൽ പറയാം, സന്തോഷിപ്പിക്കണം. വലാ തുനഫിറു, അവരെ നിങ്ങൾ ഒരിക്കലും വെറുപ്പിക്കരുത്. യസ്സിറു, ജനങ്ങൾക്ക് നിങ്ങൾ എളുപ്പം ചെയ്തു കൊടുക്കണം. ജനങ്ങൾക്കൊരിക്കലും നിങ്ങൾ കടുപ്പം ചെയ്തു കൊടുക്കരുത്. പള്ളിയിലേക്ക് കയ്യോ കാലോ ഒക്കെ പിടിച്ചിട്ട് ഒരുത്തനെ വലിച്ചു കയറ്റി കൊണ്ടുവരാൻ ശ്രമിച്ച് ഇങ്ങോട്ട് വരുമ്പം തന്നെ നമ്മൾ പുറത്ത് കുറച്ച് ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കാം. കാല് കഴിയണ, കാലിൻ്റെ പുറകെ നനഞ്ഞിട്ടില്ലല്ലോ, കഴുകടാ കാല്. പാവം കാല് കഴുകുന്നതിൻ്റെ ഉരച്ച് കഴുകി ഇങ്ങോട്ട് കയറുമ്പോഴേക്ക് തുണി പൊന്തിക്കോ. ആടെല്ലാം ചുറ്റിട്ട് ഉള്ള ചെളിയും കൊണ്ടുവന്ന് പള്ളിയിൽ ചെളി കയറ്റാനായിട്ട് തുണി പൊന്തിച്ചു. ഇനി എന്താമോ പൊന്തിക്കേണ്ടത്? പാവം കാല് കഴുകി തുണി പൊന്തിച്ച് അതിന് ശേഷം ഉള്ള മുടിയല്ല, ഇങ്ങനെ എണ്ണയില്ല, വെള്ളമില്ല, നെറ്റി ഇങ്ങനെ സുജൂദ് ചെയ്യടാ. എൻ്റെ സുജൂദാടാവാൻ എൻ്റെ സുജൂദ് പോ. പള്ളി ഹറാബാക്കാൻ വേണ്ടി കുറച്ചാൾ വന്നു. മിക്കവാറും അവൻ്റെ കാലുകളിലും തുണി പൊന്തിക്കലും മുടി പൊന്തിക്കലും ഒക്കെ ആക്കുമ്പോൾ അവൻ മനസ്സുകൊണ്ടൊരു നീയത്ത്, അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി മരിക്കുന്നത് വരെ ഇനി പരിസരത്തേക്ക് വരികയേ ചെയ്തതെന്നാണ്. മരിക്കുന്നവരെ ഇനി പരിസരത്തേക്ക് വരും. ഞാൻ വെറുതെ തമാശയായിട്ട് പറയുന്നൊന്നുമല്ല പ്രിയപ്പെട്ടവരെ. ഞാൻ എൻ്റെ വ്യക്തമായ സ്വന്തമായ അനുഭവങ്ങളെ മുൻനിർത്തി പറയുകയാണ്. ഞാൻ ഇമാമത്ത് ചെയ്തു കുറേ. എൻ്റെ ആദ്യത്തെ ഇമാമത്ത് അത് ഞാൻ ഒരു ചലഞ്ചായി ഏറ്റെടുത്താണ്. അള്ളാഹുവിൻ്റെ തൗഫീഖാണ്. എനിക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറേ ആൾ കൂടുന്ന കാമ്പസാർ പള്ളിയിൽ വന്നിരുന്ന് പ്രഭാഷിക്കുന്നതിന് പകരം ആരോരുമില്ലാത്ത ഉൾപ്രദേശങ്ങളിൽ പോയി ഒറ്റയ്ക്ക് കടന്ന് പണിയെടുത്ത ആളുകൾക്ക് സേവിക്കണമെന്നുള്ള നിയത്തോടുകൂടിയാണ് ഞാൻ പഠിച്ചു കഴിഞ്ഞത്. അതിനുശേഷം ഞാൻ പ്രവർത്തിച്ചത്. പിന്നെ പടച്ചവൻ്റെ തീരുമാനവും നിങ്ങളുടെ നിർബന്ധവും കാരണം ഇങ്ങനെയൊക്കെ വന്നിരുന്നു പോയെന്നേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ഏരിയയിൽ ഞാൻ ഒരു റമദാനിൽ നിന്ന് പ്രവർത്തിച്ചു അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ. ഒരു പള്ളിയിൽ ഇമാമാണ്, മുലാറാണ്, സാധാരണക്കാരായ ആളുകളുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ കടപ്പുറത്ത് മീൻ പിടിക്കുന്ന മത്സ്യബന്ധനം നടത്തുന്ന സാധാരണക്കാരായ ആളുകളുടെ ഇടയിലാണ് ഞാൻ ആ ഒരു മാസം കഴിച്ചു കൂട്ടിയത്. എനിക്കിന്നും എൻ്റെ ഓർമ്മയിൽ കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരു പക്ഷേ നാളെ പരലോകത്ത് എൻ്റെ പടച്ചവൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ നീ 16 വർഷം കാമ്പസാറിൽ പ്രസംഗിച്ചതും 1 വർഷം ഇതുപോലെയുള്ള സ്ഥലത്ത് പോയി പ്രവർത്തിച്ചതും തമ്മിൽ ഇങ്ങനെ ഏട് നിവർത്തി എൻ്റെ മുമ്പിൽ തരുമ്പോൾ ഞാൻ അകമഴിഞ്ഞ് സന്തോഷിക്കും. അള്ളാഹു അതൊക്കെ കബൂലാക്കി തരുമാറാകട്ടെ. നിങ്ങൾ ഈ പാവപ്പെട്ടവന് വേണ്ടി എപ്പോഴും ദ്വാ ചെയ്യണം, കബൂലാക്കണേ എന്ന് ദ്വാരക്കണം കേട്ടോ. ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇറങ്ങിപ്പോയി അള്ളാഹു കബൂലാക്കിയില്ലെങ്കിൽ തീർന്നില്ലേ പ്രിയപ്പെട്ടവർ. ആ സാധുക്കളുടെ ഇടയിൽ നമ്മൾ പരിശ്രമിക്കുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ ഇമാമാണ് സംഗതി ശരിയാ. പക്ഷേ ഇമാമ ആരാന്നറിയാത്തതിൻ്റെ പേരിൽ അവർ ഇമാമിനെ ബഹുമാനിക്കാനൊന്നുമില്ല, അവർ ഇമാമിന് സേവിക്കാനൊന്നുമില്ല. ഞാൻ അന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മയിലുള്ള ഒരു ചെറിയ ഒരു വാക്ക് അവർക്ക് വേണ്ടിയിട്ട് കുറേ കക്കൂസുകളൊക്കെ ഉണ്ടായി. ഈ കടപ്പുറത്ത് അന്ന് ഇപ്പോഴല്ല, 40 കൊല്ലം മുമ്പാണ് അത് ഞാൻ പറയുന്നത്. ഇപ്പോഴാണല്ലോ നമ്മുടെ പള്ളിയിലും മദ്രസയിലും ഒക്കെ കക്കൂസും കുളിമുറിയും അത്യാവശ്യ സൗകര്യങ്ങളും ഒക്കെ വന്നത്. 40 കൊല്ലം മുമ്പുള്ള കേരളത്തിൻ്റെ കടലോര പ്രദേശത്തിൻ്റെ അവസ്ഥ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അവർക്ക് വേണ്ടി നമ്മൾ ആദ്യം ചെയ്തത് കുറച്ച് കക്കൂസ് ഉണ്ടാക്കി. ഞാൻ പറയുന്നത് ശരിക്കും എനിക്ക് തോന്നുന്നു ഇത് കാമ്പസാർ പോലുള്ള പൊതുസദസ്സിൽ റെക്കോർഡ് ചെയ്യുന്ന പ്രസംഗമായിട്ട് പ്രസംഗിക്കാൻ പറ്റുന്ന സംഗതിയല്ല. പക്ഷെ ഞാൻ അറിയാതെ പറഞ്ഞു പോയപ്പോൾ അങ്ങ് പറഞ്ഞു പോയതാണ്. അവർക്ക് വേണ്ടി നമ്മൾ കക്കൂസ് തരപ്പെടുത്തി. എന്നിട്ട് ഈ കടപ്പവാസികളായ സാധുക്കളോട് നമ്മളെന്താ പറഞ്ഞത്? പള്ളി വാ, സുബഹിസ്കരിക്ക്, റമദാനല്ലേ, തറാവീസ്കരിക്ക്, 23 നിസ്കരിക്ക് എന്നൊന്നും പറയാനല്ല. ഞാൻ അവരോട് എൻ്റെ അന്നത്തെ ചെറിയ ബുദ്ധി അവരോട് പറഞ്ഞത്, നിങ്ങൾ ഈ നോമ്പും ഇതൊക്കെ ആയിട്ട് കടപ്പുറത്തൊക്കെ പോയി കക്കൂസിപ്പോകാനും പിടിക്കാനൊക്കെ എന്തിനാ ബുദ്ധിമുട്ടുന്നു? ഇവിടെ നല്ല സൗകര്യം, ബാ കക്കൂസിപ്പോ, മനസ്സിലാവുന്നുണ്ടോ? ബാ
നല്ല കക്കൂസ്, അത്യാവശ്യം നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി നല്ല വെള്ളമുണ്ട്. അന്ന് പൈപ്പും വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമല്ലേ. നമ്മൾ കയറിയിരുന്ന് മനസന്തോഷത്തോടു കൂടി 2ാം നമ്പർ പൂർത്തിയാക്കിയിട്ട് ഒരു പൈപ്പ് തിരിച്ചാൽ ഇങ്ങനെ വെള്ളം വരും. വെള്ളം വരും, എത്ര സന്തോഷം. നമ്മൾ അവരെ കടപ്പുറത്ത് പോയി കാണുമ്പോൾ ഒരു പക്ഷേ പ്രിയപ്പെട്ടവരെ, അവർ കള്ളിനും കഞ്ചാവിനും വൃത്തികേടുകൾക്കും വിവരക്കേടുകൾക്കും ഒക്കെ അടിമപ്പെട്ടവരായിരുന്നു. അവരോട് നമ്മൾ പറഞ്ഞ് രാവിലെ എഴുന്നേറ്റ് വെറുതെ അങ്ങ് പോയി ഇങ്ങ് പോയി ബുദ്ധിമുട്ടൊന്നും വേണ്ട, അവിടെ വന്നാൽ അവിടെ നല്ല സൗകര്യമുണ്ട്, പല്ല് വെക്കുക, കക്കൂസിപ്പ. ഞാൻ പറയുന്നത് എൻ്റെ ഹബീബായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനത്തെ പ്രദേശങ്ങളിലേക്ക് സഹാബത്തിനെ അയക്കുമ്പോൾ അവരോട് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. ബഷീറു, ആദ്യമായി കാണുന്ന ഈ പാവപ്പെട്ടവനോട് റമദാനാണ്, 23 റക്അത്ത് നിസ്കരിക്കണം ബാടാ എന്നൊന്നും പോയി പറഞ്ഞാൽ അവൻ്റെ ഹയാത്തിൽ ഒരിക്കലും പള്ളിയിലേക്ക് വരില്ല. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യസ്റു, നിങ്ങൾ അവർക്ക് എളുപ്പമുള്ളത്. അന്ന് ഞാൻ പറയാൻ പോയ അനുഭവം, അന്ന് വൈകുന്നേരമായപ്പോൾ കമ്മിറ്റിക്കാരുണ്ടല്ലോ നമ്മുടെ പള്ളീൻ്റെ, അവരൊരു അടിയന്തര മീറ്റിംഗ് വിളിച്ചിട്ട് എനിക്കെതിരെ ഒരു കുറ്റാരോപണം നടത്തി. എന്താ കുറ്റാരോപണം? അത് ഞാൻ പറഞ്ഞു ഇതിൽ പറയാൻ പറ്റും. നാട്ടുകാരെ എല്ലാം വിളിച്ചിട്ട് പള്ളിൻ്റെ ഉള്ളിൽ തൂറി ഹലാക്കാക്കിക്കുന്നു എന്നാണ് ഇമാമിനെ കുറിച്ചിട്ടുള്ള ഏറ്റവും വലിയ തൂറി ഹലാക്കാക്കി. അപ്പോൾ ഒരു ജോഷ്, ഒരു ദേഷ്യത്തോടുകൂടി എല്ലാ കമ്മിറ്റിയിലും അങ്ങനത്തെ എല്ലാ വിഭാഗക്കാരും ഉണ്ടല്ലോ. അയാൾ എഴുന്നേറ്റെന്ന് പറഞ്ഞത് പള്ളി അതിനുള്ളതാണോ? ഞാൻ ഈ പറഞ്ഞ വാക്ക് വീണ്ടും പറയാൻ നാണക്കേടായതുകൊണ്ടാണ്. അതിനുള്ളതാണോ പള്ളി? നോക്ക്, നിങ്ങൾ പോയിട്ട് ബാത്റൂമിൽ അവിടെ എല്ലാം ഫുൾ തൂർത്ത് വെച്ചിരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു, കക്കൂസ് എന്തിനുള്ളതാണ്? നിസ്കരിക്കാനുള്ളതാണ്. എന്തിനുള്ളതാ കക്കൂസ്? എടോ, പള്ളിയിൽ കയറി ഒരാൾ ഈ പറഞ്ഞ പണി ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഒരാൾ പള്ളിയിൽ കയറിയിട്ട് മറ്റേത്, ഇനി അഥവാ പള്ളിയിൽ കയറിയിട്ട് മറ്റേത് സാധിച്ചു പോയാലും ഞങ്ങളുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഓനെ സ്നേഹിക്കാനാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. അല്ലാതെ നിങ്ങൾ കക്കൂസല്ല അങ്ങനെ തൂറി ഹലാക്കാക്കി എന്ന് പറഞ്ഞാൽ അത് അതിനു വേണ്ടി ഉണ്ടാക്കിയതല്ലേ? ആ പാവങ്ങൾ ആദ്യമായി ജീവിതത്തിൽ കക്കൂസ് കാണുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നവരായതുകൊണ്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിപ്പോയെങ്കിൽ, ഇതാ എനിക്ക് ഇമാമത്തിൻ്റെ കുപ്പായം മാത്രമല്ല അന്നും ഇന്നും വേണമെങ്കിൽ ക്ലോസറ്റ് വൃത്തിയാക്കാനും സെപ്റ്റി ടാങ്ക് വൃത്തിയാക്കാനും നല്ലോണം അറിയാം. ഞാൻ വൃത്തിയാക്കിക്കോളാം. എൻ്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ഖുർആൻ പഠിക്കാൻ പറഞ്ഞത് ഇതിനു വേണ്ടിയിട്ടാണ്. എന്നോട് ഹദീസ് പഠിക്കാൻ പറഞ്ഞത് ഇതിനു വേണ്ടിയിട്ടാണ്. അഷ്റഫുൽ ഖൽഖായ താഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിനെ പോറ്റി വളർത്തിയത് ആ കോലത്തിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മളുടെ കുഞ്ഞുങ്ങളോട്, കുടുംബത്തോട്, നാട്ടുകാരോട്, പരിസരത്തുള്ള സഹോദരങ്ങളോട് നല്ല പെരുമാറ്റത്തിലൂടെയും നല്ല സമീപനത്തിലൂടെയും മെല്ലെ അവരെ അടുപ്പിക്കണം, അരികിലേക്ക് കൊണ്ടുവരണം. അവരുടെ മേൽ വലിയ ഭാരങ്ങളൊന്നും തുടക്കത്തിൽ നമ്മൾ എടുത്തിട്ട് കൊടുക്കരുത്. യസ്സിറു വലാ തുഅസ്സിറു എന്നാണ്. യസ്സിറു വലാ തുഅസ്സിറു. അങ്ങനെ മെല്ലെ അവരുടെ മനസ്സ് നമ്മളിലേക്ക് ആകൃഷ്ടമായാൽ അവർ ഇൻഷാ അല്ലാഹ് നാളെ നമ്മളെക്കാളും വലിയ ഔലിയാക്കളായിട്ട് മാറും. കഴിഞ്ഞ റബീഉൽ അവ്വലിൻ്റെ സമയത്ത്, അതിന് കുറച്ച് മുമ്പ് നമ്മളോടൊപ്പമൊക്കെ ഇങ്ങനെ വളരെ മോശമായി ജീവിച്ചിരുന്ന ഒരു സഹോദരനെ കണ്ട് കയ്യകാലൊക്കെ പിടിച്ച് അവനെ കൂട്ടത്തിൽ കൂട്ടി കൊണ്ട് നടന്ന് അൽഹംദുലില്ലാഹ് റമദാൻ മുതൽക്ക് റബീഉൽ അവ്വൽ വരെ കുറച്ച് ഇതുണ്ടല്ലോ, നല്ല ഉഷാറായി. റബീഉൽ അവ്വൽ ആയപ്പോൾ ഒരു ദിവസം ആ പാവത്തിനെ ചില ആളുകളൊക്കെ ഇങ്ങനെ സ്വീപ്പാക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഉണ്ടല്ലോ, സ്വീപ്പാക്കും. നീ ഇങ്ങനെ അവിടെ പള്ളിയിൽ പോകുന്നു, അവിടെ നിസ്കരിക്കാൻ പോകുന്നു, അവിടെ ഉസ്താദിൻ്റെ ഒപ്പരം നടക്കുന്നു. പക്ഷേ റബീഉൽ അവ്വലായില്ലേ, ഒരു മൗലൂദിന് വന്നിന, ഒരു മൗലൂദ് കഴിച്ചിന, അങ്ങനല്ലേ ഇങ്ങനല്ലേ എന്നല്ല ചോദിച്ചു. ഇപ്പോൾ എല്ലായിടത്തുള്ളൊരു പ്രശ്നമാണ്. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ നന്നാകാൻ ശ്രമിക്കുമ്പോൾ പല ഭാഗത്തും നമുക്ക് പ്രശ്നങ്ങൾ വരും. അതിലൊരു പ്രശ്നമാണ്. ഇപ്പോൾ ഈ പാവത്തിന് വല്ലാതെ ബേജാറായി. കാരണം എന്താ, ഈ പറയുന്ന ആളുകളുടെ പറച്ചിലിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ, നീ 5 വക്ത് ഫറദ് നിസ്കരിച്ചിട്ടും ബാക്കി നല്ല കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഈ നബിദിനം വന്നപ്പം ഒരു മൗലൂദിന് പങ്കെടുത്ത് അതിൻ്റെ ചീരണിയും മറ്റുമൊക്കെ തിന്നില്ലെങ്കിൽ നീ നരകത്തിൽ പോയി എന്നൊരു തെറ്റിദ്ധാരണ. വേറെ ചില ആളുകൾ എങ്ങാനും ആരെങ്കിലും എവിടെയെങ്കിലും ഒരു സലാത്തോ മൗലൂദോ മറ്റോ ചൊല്ലിപ്പോയാൽ ഓന് നരകത്തിൽ പോയെന്ന് വേറൊരു രണ്ടുപേരും തമ്മിലിങ്ങനെ അടിച്ചിട്ട് ഈ പാവങ്ങൾ രണ്ടും അറിയാം. എന്നാൽ പിന്നെ ഇത് രണ്ടും വേണ്ട, നമുക്ക് നമ്മുടെ ബാറും ഷോപ്പും ഒക്കെ ആയിട്ട് അങ്ങ് പോകാമെന്ന് തീരുമാനിച്ചു ചെറുപ്പക്കാർ വേറൊരു വഴിയിലും. അങ്ങനെ തന്നെയല്ലേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ. ചുരുക്കി പറഞ്ഞാൽ, ഞാൻ ഈ ചെറുപ്പക്കാരനെ അവൻ്റെ വിഷമം വൈകുന്നേരം എൻ്റെ അടുത്ത് ഇങ്ങനെ ശരിയാണ്, ഞാൻ ഇന്ന് ചെയ്തിട്ടൊന്നും നന്നാവൂലേ, ശരിയാവൂലേ, സുഹൃത്തിൽ പോകില്ലേ. ഞാൻ അവനോട് പറഞ്ഞു, മോനെ, മൗലൂദ് പാരായണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സലാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ സലാത്ത് പറയാം. ഞാൻ നിന്നെ എൻ്റെ കൂട്ടത്തിൽ കൂട്ടിക്കൊണ്ട് നടന്ന് ഏകദേശം 1 വർഷം ആകാനായി, 1.5 വർഷം ആകാനായി. ഈ വർഷത്തിനിടയിൽ ഞാൻ നിനക്ക് സലാത്ത് പഠിപ്പിച്ചു തന്നിട്ടില്ലേ?
എങ്ങനെയാ സലാത്ത് പഠിപ്പിച്ചു കൊടുത്തത്? എങ്ങനെയാ ഫാത്തിഹ പഠിപ്പിച്ചു കൊടുത്തത്? മലയാള അക്ഷരം അറിയുന്ന, അറബിയോ അക്ഷരങ്ങളൊന്നും അറിയാത്ത ആ സാധുവായ ചെറുപ്പക്കാരനെ കൂട്ടത്തിൽ കൊണ്ട് നടന്ന് അവന് മലയാളത്തിൽ എഴുതി കൊടുത്തിട്ടാണ് ഫാത്തിഹ പഠിപ്പിച്ചത്, ആയത്തുൽ കുർസി പഠിപ്പിച്ചത്, സലാത്ത് പറയാൻ പഠിപ്പിച്ചത്, അത്തഹിയാത്ത് പറയാൻ പഠിപ്പിച്ചത്. ഞാൻ സലാത്ത് പഠിപ്പിച്ചു. ഞാൻ നിന്നോട് സലാത്ത് വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ, പറയണമെന്ന് പറഞ്ഞിട്ടില്ലേ? പ്രിയപ്പെട്ടവരെ, ഞാൻ അത്ഭുതപ്പെട്ടത് പറയാം. അങ്ങനെ ഞാൻ നിന്നോട് എത്ര സലാത്ത് പറയാനാണ് പറഞ്ഞത്? രാവിലെ 100 പറയണം, വൈകുന്നേരം 100, അങ്ങനെയല്ലേ? എല്ലാ ദിവസവും നമ്മൾ രാവിലെ 100 സലാത്ത് പറയുന്നുണ്ട്, വൈകുന്നേരം 100 സലാത്ത് പറയും. നീ അതങ്ങനെ പറയുന്നില്ലേ? ഇങ്ങനെ മൗനിയായി. പിന്നെ ഞാൻ ചോദിച്ചു, റബീഉൽ അവ്വലുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള കടമ അല്പമെങ്കിലും പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് രാവിലെയും വൈകുന്നേരവും 100 സലാത്തെങ്കിലും നീ പറയണ്ടേ? പറയുന്നില്ലേ? അപ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞോട് പറഞ്ഞു, അൽഹംദുലില്ലാ ഉസ്താദേ, എന്നെ ഉസ്താദ് പഠിപ്പിച്ച അന്ന് മുതൽ ഞാൻ കുറേ സലാത്ത് പറയും. ഇപ്പോൾ റബീഉൽ അവ്വൽ പറഞ്ഞതിന് ശേഷം എല്ലാ ദിവസവും ഞാൻ 1000 സലാത്ത് പറയും, 1000 സലാത്ത്. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ അവനെ കെട്ടിപ്പിടിച്ചു. കാരണം മോനെ, നീ ഇന്ന് എന്നെക്കാളും എത്രയോ ഉയർന്ന സ്ഥലത്തെത്തി. എനിക്കൊരു ദിവസം 1000 സലാത്ത് പറയാൻ ഇപ്പോഴും അവസരം കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. നമ്മളുടെ വീക്ഷണത്തിൽ, നമ്മുടെ കാഴ്ചപ്പാടിൽ അവർ പാവങ്ങൾ, സാധുക്കൾ, മോശക്കാർ, മറ്റോര് മരിയോർ, അങ്ങനെയാണല്ലോ. കുടിയൻ, പിടിയൻ, മുടിയൻ എന്നൊക്കെ കുറേ ഭാഷ ഇങ്ങനെ പറഞ്ഞ് അവർ നമ്മളങ്ങ് തള്ളിയിട്ടേക്കാണ്. പക്ഷേ ആ പാവങ്ങളെ നമ്മൾ നല്ല നിലയിൽ ഒന്ന് സമീപിച്ച്, അടുപ്പിച്ച്, മാറോട് ചേർത്ത് കൊണ്ട് നടന്ന് അവരിൽ ദീനിയായ ഒരു ബോധമുണ്ടാക്കിയാൽ, പ്രിയപ്പെട്ടവരെ, അവർ നമ്മളെക്കാളും ഉയർന്ന വിലായത്തിലെത്തും. അള്ളാഹു നമുക്ക് അത് കണ്ട് ആസ്വദിക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. പക്ഷേ അതിലേറ്റവും പ്രധാനം നമ്മുടെ പെരുമാറ്റത്തിൻ്റെ രീതിയാണ്, നമ്മുടെ അപ്രോച്ച്, നമ്മുടെ സമീപനത്തിൻ്റെ ശൈലി വളരെ പ്രധാനമാണ്. എങ്ങനെ നമ്മൾ ആളുകളെ സമീപിക്കുന്നു, എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളതാണ്. അഥവാ നമ്മൾ വളരെ ഹിക്മത്തോടുകൂടി ഖുർആൻ പറഞ്ഞതുപോലെ നല്ല ഉപദേശങ്ങളുമായി ഇത്തരം ആളുകളെ സമീപിച്ചാൽ അവരുടെ മനസ്സ് മെല്ലെ മാറി വരും. പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ നിർബന്ധമായും ഇംപ്ലിമെൻ്റ് ചെയ്യണം. കുടുംബത്തിലെ ഓരോ കുഞ്ഞുങ്ങളെക്കുറിച്ചിട്ടും നമുക്കങ്ങനെ വ്യക്തമായ ധാരണ ഉണ്ടാകണം. ആരെയും നമ്മൾ എഴുതി തള്ളരുത്. അതുപോലെ നമ്മളുടെ കുട്ടികളുടെ വിഷയത്തിൽ നമ്മൾ നിരന്തരമായ നിലയിൽ പരിശ്രമം നടത്തണം. ഒരു ദിവസവും 2 ദിവസവും 3 ദിവസവും ഒന്നും എന്തെങ്കിലും ഒരു മാമൂല് പോലെ ചെയ്ത് കൂട്ടിയിട്ട് കടമ തീർന്നു എന്ന് തെറ്റിദ്ധരിക്കണ്ട. നിരന്തരമായി നമ്മൾ കുട്ടികളുടെ പിന്നാലെ കൂടണം. എന്നിട്ട് അവരെ ആ വഴിയിലേക്ക് തന്നെ വലിച്ചടിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അവരുടെ മനസ്സിന് ഒരു നിലയിലുള്ള പ്രയാസവും വരാത്ത രൂപത്തിൽ, നിഫ്രത്ത് വരാത്ത രൂപത്തിൽ, വെറുപ്പ് വരാത്ത രൂപത്തിൽ. മഹാനായ ഇമാം ഗസാലി റഹിമഹുല്ലാ അവർ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞ ഒരു സംഭവമുണ്ട്. 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു, 2 കൂട്ടുകാർ. ആ 2 കൂട്ടുകാർ എവിടുന്ന് കൂട്ടുകൂടിയതാണ്? അവർ പള്ളിയിൽ നിന്ന് കൂട്ടായതാണ്, ചങ്ങാതിമാരായതാണ്. ദർസിൽ നിന്ന് കൂട്ടായതാണ്. പള്ളിയിലും ദർസിലും എന്ന് പറഞ്ഞാൽ ദീനിയായ ബന്ധമാണ് അവർക്കിടയിലുള്ളത്. ദർസിലും പള്ളിയിലും അന്നത്തെ കാലഘട്ടത്തിലെ സൂഫിയാക്കളായ അവരുടെ ഉസ്താദന്മാരുടെ, മശായിഖന്മാരുടെ ഖാൻഖായിൽ നിന്നും പരസ്പരം ബന്ധം പുലർത്തിയവരാണ്. അത്ര നല്ല ചങ്ങാതിമാരായിരുന്നു. പക്ഷേ ആ നല്ല സൗഹൃദത്തോടുകൂടി, ചങ്ങാത്തത്തോടുകൂടി ജീവിച്ചിരുന്ന 2 ആളുകളുടെ ജീവിതത്തിൽ ഒരാൾ ഒരു രാത്രിയിൽ ഒരബദ്ധത്തിൽ പെട്ടുപോയി, ഒരു തെറ്റിൽ കുടുങ്ങിപ്പോയി. സാധാരണഗതിയിൽ പകലൊക്കെ സുന്നത്ത് നോമ്പെടുക്കുകയും രാത്രിയൊക്കെ നിന്ന് നിസ്കരിക്കുകയും കൂടുതൽ ഇബാദത്തെടുക്കുകയും ചെയ്ത അന്നത്തെ സൂഫിയാക്കളെ പോലത്തെ 2 ചങ്ങാതിമാരിൽ ഒരാൾ ഒരബദ്ധത്തിൽ കുടുങ്ങി. എങ്ങനെ അബദ്ധത്തിൽ കുടുങ്ങിയത്? 2 പേരും നോമ്പ് തുറക്കാനാകുമ്പോൾ 2 പേർക്കും വേണ്ടിയിട്ട് എന്തെങ്കിലും റൊട്ടിയോ സാധനമോ വാങ്ങിക്കൊണ്ടാ എന്ന് പറഞ്ഞിട്ട് ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെ അയക്കുകയാണ്. ഈ സുഹൃത്ത് അത് റൊട്ടി വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ പോയപ്പോൾ പീടികയിൽ റൊട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സൗന്ദര്യവതിയായ ഒരു പെണ്ണായിരുന്നു, ഒരു സ്ത്രീയായിരുന്നു. മനുഷ്യനാണല്ലോ, സ്വാഭാവികമാണല്ലോ. സൂഫിയാന്ന് വിചാരിച്ച്, മഹാനാന്ന് വിചാരിച്ചിട്ട് വികാരങ്ങളൊന്നും ഇല്ലെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ടല്ലോ. സന്ധ്യാസമയത്ത് ആരുമില്ലാത്ത നേരത്ത് പീടികയിൽ പോയപ്പോൾ റൊട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സൗന്ദര്യവതിയായ ഒരു പെൺകുട്ടിയുടെ ആകർഷ്ടനായി അദ്ദേഹം വീണുപോയി, കുടുങ്ങിപ്പോയി, തെറ്റിൽ കുടുങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ പെണ്ണിനോടൊരു ആശ വന്നു, പെണ്ണിനോട് ഇഷ്ടം വന്നു. പെണ്ണിനോടൊരു ഇഷ്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ മുസ്ലിയാരും തങ്ങളും ഉസ്താദും ഒന്നും ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പിന്നെ പിശാച് കയറിയിട്ട് ബാക്കി അങ്ങ് ഏറ്റെടുത്തോളും. സംഗതി ആദ്യം നമ്മളൊരു ചെറിയ ഒരു അഡ്വാൻസ് കൊടുത്ത് ബുക്ക് ചെയ്താൽ മതി, ബാക്കി കാര്യങ്ങൾ മൂപ്പിച്ച് കണക്കാക്കി തരുന്ന കാര്യം അവൻ ഏറ്റെടുത്തോളും.
എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇങ്ങനെ ഒരു അബദ്ധത്തിൽ കുടുങ്ങിപ്പോയി. എന്താ നമ്മൾ ചെയ്യുക? സാധാരണഗതിയിൽ തിരിച്ചു വന്നപ്പം അവനെ അരികിലിരുത്തിയിട്ട് കുറേ ഉപദേശിക്കുമ്പോൾ അവനെന്താ പറയുക? ഞാൻ അങ്ങനെ വലിയ തെറ്റൊന്നും ചെയ്തില്ലല്ലോ, ഞാനിങ്ങനെ ഒരു പെണ്ണിനെ കണ്ടു, ഇഷ്ടപ്പെട്ടു, എനിക്ക് ഓളെ വേണമെന്ന് പറയുന്നു, ഓളെ പിന്നാലെ പോകുന്നു, വേറെ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ രണ്ടുപേരും തമ്മിലുള്ള സൗഹൃദത്തിൽ ഒരു കുറവും വരുത്താതെ ഈ നല്ല മനുഷ്യൻ വീണ്ടും അവൻ്റെ പിന്നാലെ നടന്ന് അവനെ ഉപദേശിച്ചുകൊണ്ടേയിരുന്നു. ഉപദേശിക്കാന്ന് പറഞ്ഞാൽ വാത് പറയലല്ല, ആ വാത് അവിടെ ഒന്നും എറിക്കൂല. കാരണം അവൻ്റെ ഉള്ളിൽ മുഴുവനും മറ്റേത് കിടക്കുമ്പോൾ പിന്നെ ഇതിൻ്റെ പേത്ത് നിങ്ങളിനി എന്ത് ഉപദേശം കൊടുത്താലും അത് കടക്കൂല. പ്രിയപ്പെട്ടവർ, ഇമാം ഖസാലി റഹിമഹുല്ലാഹ് അവர்கள் പറഞ്ഞ് നമുക്ക് ബോധ്യപ്പെടുത്തി തരാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ദിവസം, 2 ദിവസം, ഒരാഴ്ച, 2 ആഴ്ച, 1 മാസം, 2 മാസം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അതേ തെറ്റായ വഴിയിൽ തന്നെയാണ്. എന്നാൽ പിന്നെ ഞാനെന്താ തീരുമാനിക്കേണ്ടത്? എൻ്റെ ഹറാമും കൊണ്ട്, നിൻ്റെ വൃത്തികേടും കൊണ്ട്. ഇനി നിൻ്റെ വൃത്തികെട്ട സൗഹൃദം എനിക്ക് വേണ്ട, ചങ്ങാത്തം എനിക്ക് വേണ്ട, ഞാൻ പള്ളിയിലേക്ക് പോവാണ്, ദർസിലേക്ക് പോവാണ്, നീ നിൻ്റെ വഴിക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് പിരിയണ്ടേ? പക്ഷേ അതിലൊരു വലിയ പാഠം നമുക്കുള്ളത് കൊണ്ടാണ് ഈ സംഭവം ഇമാം ഖസാലി റഹിമഹുല്ലാഹ് അവർ പറഞ്ഞത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരനെ എനിക്കങ്ങനെ കൈയൊഴിക്കാൻ കഴിയില്ല, അവൻ എൻ്റെ കൂട്ടുകാരനല്ലേ, എൻ്റെ ചങ്ങായിയല്ലേ, എൻ്റെ ഉറ്റമിത്രമല്ലേ. 1 മാസം, 2 മാസം, 3 മാസം, 4 മാസം, 7 മാസക്കാലം അവൻ്റെ ചങ്ങാത്തം വിട്ടുകളയാതെ അവനോടൊപ്പം നടന്നിട്ട് അവനെ തിരുത്താൻ ശ്രമിച്ചു. 7 മാസത്തിൻ്റെ ഇടയിൽ ഇദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ നേരെയാക്കാൻ വേണ്ടിയിട്ട് സദഖ ചെയ്തു, ദുആ ചെയ്തു, സുന്നത്ത് നോമ്പ് വെച്ച് ദുആ ചെയ്തു. ഒരു സുഹൃത്തിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട സംഗതി. അപ്പം എൻ്റെ മോനും മോക്കും വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്യണം പ്രിയപ്പെട്ടവരെ? ശരിക്കും ശ്രദ്ധിക്കണേ, വെറും ഒരു പ്രസംഗമായി നമ്മൾ കേൾക്കരുതേ പ്രിയപ്പെട്ടവരെ. 7 മാസക്കാലം തൻ്റെ വഴിതെറ്റിപ്പോയ പ്രിയപ്പെട്ടവനെ നേരെയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ കഠിനമായ പ്രയത്നം നടത്തിയിട്ട് 7ാമത്തെ മാസത്തിൽ ഒരു പാതിരാത്രിയിൽ അദ്ദേഹം പടച്ചവൻ്റെ മുമ്പിൽ മുസല്ല വിരിച്ച് നിസ്കരിച്ചിട്ട് കരഞ്ഞ് ദ്വാരക്കുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണം വിട്ടുപോയി. പടച്ചോനെ, നീ എന്താ എൻ്റെ വിളി കേൾക്കാത്തത്? എന്താ ഞാൻ പറഞ്ഞിട്ട് നീ പരിഗണിക്കാത്തത്? എൻ്റെ പ്രിയപ്പെട്ട ചങ്ങായിയല്ലേ, എൻ്റെ പ്രിയപ്പെട്ട ചങ്ങായിയല്ലേ. അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇമാം ഖസാലി ഉദ്ധരിക്കുകയാണ്. എൻ്റെ ചങ്ങായിയല്ലേ, ഓനിങ്ങനെ പോയാൽ ഞാൻ എങ്ങനെ സഹിക്കുക? പടച്ചോനെ, ഞാൻ നിനക്കും വേണ്ടി എത്ര പട്ടിണി ഇരുന്നു, നോമ്പെടുത്തു. പടച്ചോനെ, ഞാൻ നിനക്കും വേണ്ടി എത്ര സദഖ ചെയ്തു. പടച്ചോനെ, ഞാൻ എത്ര ദിവസമായി ഇങ്ങനെ സുജൂദിൽ കടന്ന് നിൻ്റെ മുമ്പിൽ കരയുന്നു. എൻ്റെ കണ്ണീരെന്താ കാണാത്തത്? പ്രിയപ്പെട്ടവരെ, വാടക വീട്ടിലായിരുന്നു, എനിക്കൊരു സ്വന്തം വീട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കരഞ്ഞ് ദ്വാരന്നിട്ടുണ്ടോ? അല്ലെ, ചിലപ്പോൾ നമ്മൾ ദ്വാരക്കുമ്പോൾ എന്താ കൂടുതൽ ദ്വാരക്കാം? രോഗിയായി കിടക്കുന്ന ഉമ്മക്ക് വേണ്ടി, ഉപ്പക്ക് വേണ്ടി, രോഗിയായി കിടക്കുന്ന മക്കൾക്ക് വേണ്ടി, കടം കയറി വലഞ്ഞു പോയ എൻ്റെ അവസ്ഥക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ ഇങ്ങനെ കരയും ദ്വാരക്കും ചെയ്തിട്ടുണ്ടോ? പക്ഷേ ഈ കരച്ചിൽ, ഈ കണ്ണുനീര്, ഈ രാത്രിയിലെ പടച്ചവൻ്റെ മുമ്പിലുള്ള പൊട്ടിത്തെറിച്ച ഈ മനസ്സിൻ്റെ ഗദ്ഗതം എന്തിനു വേണ്ടിയായിരുന്നു പ്രിയപ്പെട്ടവർ? അള്ളാഹുവേ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, എൻ്റെ പ്രിയപ്പെട്ട ചങ്ങായി, അവനിങ്ങനെ വഴിതെറ്റിപ്പോയാൽ അതെനിക്കെങ്ങനെ സഹിക്കാൻ പറ്റും? എന്താ നീ എൻ്റെ വിളി കേൾക്കാത്തത്? എന്നിട്ട് അദ്ദേഹം പറയാണ്, അള്ളാഹുവേ, നീ എൻ്റെ വിളി കേട്ടാലല്ലാതെ ഞാനിനി ഇവിടുന്ന് എഴുന്നേൽക്കൂല. നീ എൻ്റെ വിളി കേട്ട് എനിക്ക് ഉത്തരം തന്നാലല്ലാതെ, എൻ്റെ സഹോദരനെ ഈ വഴിയിലേക്ക് നീ തിരിച്ചു തന്നാലല്ലാതെ ഇനി മേലിൽ ഞാൻ വെള്ളം കുടിക്കൂല, ഞാൻ ഭക്ഷണം കഴിക്കൂല. ഇത് പ്രിയപ്പെട്ടവരെ, നാട്ടുകാരെ കേൾപ്പിക്കാൻ വേണ്ടി, നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട്, വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടൊന്നും നടത്തുന്ന പ്രകടനങ്ങളല്ല. ഒരു സുഹൃത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയപ്പോൾ അവനോടുള്ള ആത്മാർത്ഥമായ സ്നേഹത്തിൻ്റെ പേരിൽ അവന് വേണ്ടി ചെയ്യുന്ന പരിശ്രമങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എൻ്റെ മോനെ നന്നാക്കാൻ വേണ്ടി, എൻ്റെ മകളെ നന്നാക്കാൻ വേണ്ടി, എൻ്റെ അനുജന്മാരെ, മരുമക്കളെ നന്നാക്കാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ ഏതെങ്കിലും ഒരു അംശം ഇന്ന് വരെ പരിശ്രമിച്ചിട്ടുണ്ടോ? അധ്വാനിച്ചിട്ടുണ്ടോ? അങ്ങനെ ചെയ്യണ്ടേ? നമുക്കതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഇല്ലേ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവറുകൾ രാജ്യം ഭരിക്കുന്ന കാലഘട്ടത്തിൽ, അദ്ദേഹം ഖലീഫത്തുൽ മുസ്ലിമീനായി വാണരുളുന്ന കാലഘട്ടത്തിൽ, ഒരു ദിവസം ഇതുപോലെ സദസ്സിൽ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം കൂടെ ഇരുന്ന ആളുകളോട് ചോദിച്ചല്ല, സാധാരണഗതിയിൽ നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, ഷാം നിവാസിയായ ഇന്ന ആളുടെ മകൻ, എന്താ ഇപ്പോൾ കുറച്ചാളായിട്ട് ഓനെ കാണാത്തത്? കുറേ നാളായല്ലോ ഞാനിങ്ങനെ നോക്കുന്നു, ഓനെ കാണുന്നില്ല, ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഓനെ കാണുന്നില്ല, എവിടെ പോയി, എന്തായി? ഉടനെ സദസ്സിൽ നിന്നും ആളുകൾ ഉമർ ഇബ്നുൽ ഖത്താബിനോട് അങ്ങനെ പെട്ടെന്ന് ചാടിക്കറി പറയാൻ പറ്റുമോ? ഉമർ റളിയല്ലാഹു അൻഹു അവർക്ക് ഇഷ്ടമാകട്ടെ, പറയുന്ന നമ്മളോട് സിമ്പതി വരട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ചില ആളുകൾ പറഞ്ഞു, ഖലീഫ ഓൻ്റെ കാര്യം പോക്കാ, ഖലീഫ ഓൻ്റെ കാര്യം എന്താ പോക്ക്? അതെങ്ങനെയപ്പോൾ നിങ്ങളോട് പറയാ? എന്താ പറയൂ? അതെ,
അവൻ്റെ കൂട്ടുകെട്ടൊക്കെ മോശമായി, അവൻ മോശപ്പെട്ട പ്രവർത്തനങ്ങളിലേക്കൊക്കെ പോയി. എന്നിട്ടിങ്ങനെ എല്ലാം തുടങ്ങി. അവരവരുടെ കൂടെ എല്ലാം പോയി, മോശപ്പെട്ടു പോയി. എന്നിട്ട് അവന് മദീനയിൽ നമ്മളോടൊപ്പമൊക്കെ ജീവിച്ചാൽ അവൻ്റെ അടിച്ചുപൊളി അത്ര നടക്കൂല എന്ന് വിചാരിച്ചിട്ട് അവൻ ഷാമിലേക്ക് തന്നെ തിരിച്ചുപോയി. ഇവിടെ നമ്മൾ രണ്ടു മൂന്ന് കാര്യം ശ്രദ്ധിക്കണം. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനാണ്ട് ദുർബല നിമിഷത്തിൽ എന്തെങ്കിലും വഴികളിലേക്ക് പോയാൽ പള്ളീൻ്റെ ഉള്ളിലിരുന്നുകൊണ്ട് നമ്മളും അവനെക്കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് കമൻറ്റ് പറയും. അവൻ പണ്ടേ അങ്ങനെപ്പാ, അവന് നന്നാകാനും സാധ്യതയൊന്നുമില്ല, നിങ്ങൾക്ക് കാറ്റ് പോയാൽ. എന്നോട് ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട്, എന്താ നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾക്ക് കാറ്റായിപ്പോയാ നിങ്ങൾ വെറുതെ മെനക്കെടുന്ന്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവറുകൾ ഈ ആളുകളുടെ വർത്തമാനങ്ങളെല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ചു. സദസ്സ് പിരിഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജോലിക്കാരിൽ നിന്നും ഒരാളെ അരികിൽ വിളിച്ചിട്ട് വെള്ളപ്പേപ്പർ കൊണ്ടുവരാൻ പറഞ്ഞു, എഴുത്തെഴുതാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അദ്ദേഹം ഒരു ലെറ്റർ തയ്യാറാക്കി. ലെറ്ററിനകത്ത് ദീർഘമായ സാഹിത്യവാക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല, കുറേ ഉപദേശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ സിമ്പിളായി 2-3 വരികളിൽ അദ്ദേഹം ഒരു കത്ത് തയ്യാറാക്കി. മിൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇലാ ഫുലാൻ ഇബ്നു ഫുലാനിലേക്ക്. അതിൻ്റെ തുടക്കം ഇങ്ങനെയായിരുന്നു: ഗാഫിരി ദംബി വഖാബിലി തൗബി ശദീദിൽ ഇഖാബി ദിത്തൗലി ലാ ഇലാഹ ഇല്ലാഹു. ഹംദ് സലാത്ത് നമ്മൾ പറയാറില്ലേ കത്തിൻ്റെ തുടക്കത്തിൽ? അള്ളാഹു അവനാണ് സർവസ്തുതി. ഏതല്ലാഹുവാണ്? ഗാഫിരി ദംബി വഖാബിലി തൗബി ശദീദിൽ ഇഖാബി ദിത്തൗലി ലാ ഇലാഹ ഇല്ലാഹു ഇലൈഹിൽ മസീർ. വസ്സലാം. തീർന്നു. വേറെ വാതില്ല, ഉറുദിയില്ല, നസീഹത്തില്ല, ചീത്ത പറച്ചിലില്ല, കണക്ക് പറച്ചിലില്ല. നിന്നെ ഞാനല്ലേ കൊണ്ട് നടന്നിട്ട് ഷവർമയും മറ്റുമൊക്കെ വാങ്ങിത്തന്ന് ഇത്രയും കാലം പോറ്റിയിട്ട് അവസാനം നാട്ടുകാരെ കൊണ്ട് എന്നെ കുറ്റം പറയിപ്പിക്കാൻ, ചീത്ത പറയിപ്പിക്കാൻ വേണ്ടി നീ വടക്കുതരത്തിൽ പോയടാ, ഇനി വാ നിന്നെ കാണിച്ചു തരാം. ഉമറിൻ്റെ സ്വഭാവത്തിനനുസരിച്ചിട്ട് അദ്ദേഹം സാധാരണ പറയുന്ന വാക്ക്, എൻ്റെ കൺമുമ്പിൽ കണ്ടാൽ അന്ന് ഒറ്റ കൊത്തിന് നിൻ്റെ തല ഞാൻ കൊത്തും എന്നല്ലേ പറയേണ്ടത്. അദ്ദേഹം വേറെ ഒന്നും പറഞ്ഞില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഒരു ചെറിയ കത്ത്, ഖുർആനിൻ്റെ പരിശുദ്ധമായ 2-3 വചനങ്ങൾ. ഗാഫിരി ദംബി വഖാബിലി തൗബി ശദീദിൽ ഇഖാബി ദിത്തൗൽ ലാ ഇലാഹ ഇല്ലാഹു ഇലൈഹിൽ മസീർ. എന്നിട്ട് ഒരു പണിക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് ഒട്ടിച്ചിട്ട് ഷാമിൽ വരെ നീ യാത്ര ചെയ്യണം. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അദ്ദേഹത്തിന് ഖലീഫ തന്നയച്ചതാണെന്ന് പറഞ്ഞു കൊടുക്കണം. ഈ പണിക്കാരൻ അവിടെ പോയി അന്വേഷിച്ച് പിടിച്ചപ്പം അദ്ദേഹത്തിൻ്റെ പുതിയ സുഹൃത്തുക്കളോടൊപ്പം ഇങ്ങനെ അടിച്ചു പൊളിച്ച് സുഖമായിട്ട് കഴിയും. വലിയ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ അടിച്ചു പൊളിച്ച് കഴിയാണ്. ഞാൻ മദീനത്തുനിന്ന് വരികയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫ അയച്ച ഒരു പ്രത്യേക പ്രതിനിധിയാണ്. എന്നെ കാണാനോ? നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. എന്താ കാര്യം? നിങ്ങൾക്കൊരു പ്രത്യേക കത്ത്. എനിക്ക് കത്ത് തരിക. എന്നെപ്പോലത്തെ വൃത്തികെട്ടവന്, കുടിയന്, പിടിയന്, മുടിയന്, ആ വൃത്തികേടുകളും കൊണ്ട് മദീനത്ത് നിൽക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ നാട് വിട്ട് വന്ന എനിക്ക് ഉമർ കത്തയക്കുകയോ? എന്താമോ? അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ വിചാരിക്കുക? കണ്ടുപിടിച്ച് കൈ കിട്ടിയ ഉടനെ അവൻ്റെ കഴുത്ത് കൊത്തണമെന്നായിരിക്കും അതിനകത്ത് ഉണ്ടാവുക. അദ്ദേഹം മെല്ലെ ആ കത്തിങ്ങനെ പൊട്ടിച്ചു വായിച്ചു. ആകെ 2-3 വരിയേ ഉള്ളെങ്കിലും വായിച്ചിട്ടും തീരുന്നില്ല. അദ്ദേഹം വാ വിട്ട് പൊട്ടിക്കരഞ്ഞു. ചങ്ങാതിമാരെല്ലാം ഇങ്ങനെ നോക്കിക്കുക, വാ വിട്ട് പൊട്ടിക്കരഞ്ഞു. എന്തുകൊണ്ടാണ് പൊട്ടിക്കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, ഒന്നാമത്തത്, എൻ്റെ റബ്ബിനെ കുറിച്ചിട്ട് ഉമർ എന്നെ ഓർമ്മപ്പെടുത്തി. എൻ്റെ റബ്ബ് എത്ര കാരുണ്യവാനാണ്. എൻ്റെ റബ്ബ് ഗാഫിരി ദംബ്, എല്ലാ പാവങ്ങളും പൊറുക്കുന്നവനാണ്. വഖാബിലി തൗബ്, തൗബ സ്വീകരിക്കുന്നവനാണ്. തൗബ സ്വീകരിക്കാനും പാപം പൊറുക്കാനും തയ്യാറായി കാത്തു നിൽക്കുന്ന ഒരു റബ്ബുണ്ടെന്ന് എൻ്റെ ഉമർ എന്നെ ഓർമ്മപ്പെടുത്തി. ഉമർ എന്നെ കൊല്ലാൻ വിധിച്ചില്ല, എന്നെ തല്ലാൻ വിധിച്ചില്ല, എന്നെ തള്ളിക്കളയാൻ വിധിച്ചില്ല, എന്നെ മോശക്കാരനായി പ്രഖ്യാപിച്ചില്ല, എന്നെ നിന്ദ്യനാക്കിയില്ല. എൻ്റെ റബ്ബിൻ്റെ കാരുണ്യത്തെക്കുറിച്ചിട്ട് എനിക്ക് വിവരം തന്നു. എന്നാൽ പിന്നുള്ള വാക്കുകളിൽ ശദീദുൽ ഇഖാബി ദിത്തൗൽ, ഒരു പക്ഷേ നേരെ ചൊവ്വേ പടച്ചവൻ പറഞ്ഞതുപോലെ കേട്ട് പശ്ചാത്തപിച്ച് അവനിലേക്ക് മടങ്ങുന്നില്ലെങ്കിൽ അള്ളാഹു പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചാൽ അത് ഭയങ്കര പ്രതികാരമായിരിക്കും എന്ന് എന്നെ ഭയപ്പെടുത്തി. ലാ ഇലാഹ ഇല്ലാഹു ഇലൈഹിൽ മസീർ, അവനല്ലാതെ വേറെ ഒരു ഇലാഹ് നമുക്കില്ല. ചങ്ങാതിമാരൊക്കെ കുറച്ച് കാലത്തേക്കേ ഉണ്ടാവൂ. നമ്മളുടെ കീശ കുറച്ച് കാലിയായാൽ, നമ്മളുടെ ശക്തി കുറച്ച് ക്ഷയിച്ചാൽ ഈ ചങ്ങാതിമാർ ഓരോരുത്തരായി നമ്മളെ ഇളക്കിയിട്ട് പോവും. നമ്മളെ
താലോലിക്കാനും നമുക്ക് ആശ്വാസം പകരാനും സമാധാനം പകരാനും ചിലപ്പം ഉമ്മയും ഉപ്പയും ഉണ്ടാവും. മോൻ എത്ര മുടിയനും കുടിയനും ആണെങ്കിലും ഉപ്പാക്കും ഉമ്മാക്കും മോനെ അങ്ങനെ കൈയൊഴിയാൻ കഴിയില്ല. ചിലപ്പോൾ പ്രിയപ്പെട്ടവരെ, ഉപ്പ മടുത്തിട്ട് ഇനി മേലാൽ എൻ്റെ മുമ്പിൽ വരരുതെന്ന് പറയുമ്പോഴും ഉപ്പ അറിയാതെ ഉമ്മ അവനെ മെല്ലെ 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 താലോലിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ഉണ്ണാൻ കൊടുക്കുകയൊക്കെ ചെയ്യും. എന്നാൽ ഈ ഉപ്പയും പോയി ഉമ്മയും പോയി ഞാൻ ഒറ്റപ്പെട്ടവനായി. എന്നിട്ടോ ഞാൻ ഒറ്റപ്പെട്ടവനായിട്ട് ഇനി പോകേണ്ടത് ഇലൈഹിൽ മസീർ, ആ അള്ളാഹുവിങ്കിലേക്കല്ലേ. പാപിയായ നിലയിൽ, ദോഷിയായ നിലയിൽ, ധിക്കാരിയായ നിലയിൽ, വൃത്തികെട്ടവനായ നിലയിൽ അവങ്കലേക്ക് പോകുന്നതിന് പകരം പശ്ചാത്തപിച്ചു പോകുന്നതല്ലേ ബുദ്ധി. എൻ്റെ ഉമർ എന്നെ നന്നാക്കി. ഒരു പക്ഷേ ഇതിനു മുമ്പുണ്ടായിരുന്നതിനേക്കാളും സൽവൃത്തനായി, നല്ലവനായി ആ മനുഷ്യൻ തിരിച്ചു വന്നു. ഇതെന്തിൻ്റെ പേരിലാണ് പ്രിയപ്പെട്ടവർ? എന്തിൻ്റെ പേരിലാണ്? നമ്മൾ നമ്മുടെ സമീപനങ്ങൾ നന്നാക്കണം, നമ്മുടെ പെരുമാറ്റം നന്നാക്കണം. നമ്മൾ കുഞ്ഞുങ്ങളോട്, പെണ്ണുങ്ങളോട്, കുടുംബത്തോട്, വീട്ടുകാരോട്, നാട്ടുകാരോട് ആ നിലയിൽ അടുത്തിടപഴകണം. എന്നിട്ട് അവരെ സ്നേഹത്തിൻ്റെ വലയത്തിൽ കൊടുക്കണം. വേറെ എവിടുന്നും കിട്ടാത്ത സ്നേഹം വാപ്പയിൽ നിന്ന് കിട്ടുമെന്ന് അവർക്ക് ബോധ്യം വരണം. വേറെ എവിടുന്നും കിട്ടാത്ത പരിഗണന മാപ്പിളയിൽ നിന്ന് കിട്ടുമെന്ന് അവർക്ക് ബോധ്യം വരണം. വേറെ എവിടുന്നും കിട്ടാത്ത സ്നേഹവും ലാളനയും ജ്യേഷ്ഠ സഹോദരന്മാരിൽ നിന്നും കുടുംബത്തിൻ്റെ ഉള്ളിൽ നിന്നും കിട്ടുമെന്ന് അവർക്ക് ബോധ്യമുണ്ടാകണം. ബോധ്യപ്പെടുത്തി കൊടുക്കണം. അത് വർത്താനം കൊണ്ടല്ല, നമ്മുടെ പ്രവർത്തനം കൊണ്ട്, നമ്മുടെ പെരുമാറ്റം കൊണ്ട്. അങ്ങനെ നമ്മൾ സ്നേഹവലയത്തിൽ ഈ കുഞ്ഞുങ്ങളെ കൂട്ടിപ്പിടിച്ചിട്ട് അവരോടൊപ്പം സ്വർഗത്തിലേക്ക് യാത്രയാകണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് തരുമാറാകണം. അവരെയും കൊണ്ട് നമുക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയണം. നമ്മളുടെ കുഞ്ഞുങ്ങളില്ലാതെ നമുക്ക് എങ്ങനെ സ്വർഗം സുഖമാവുക പ്രിയപ്പെട്ടവരെ? നമ്മളുടെ മക്കളില്ലാത്ത സ്വർഗം ആലോചിച്ച് നോക്കൂ. നമ്മളുടെ ഭാര്യയില്ലാത്ത സ്വർഗം. അത് പറയുമ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഇച്ചിരി വിഷമം ഉണ്ടാവും. ഭാര്യയില്ലെങ്കിലും വേണ്ടിയില്ല, ഓള് ഇവിടെ നരകാക്കിയിട്ട് അവിടെയും വന്നിട്ട് നരകാക്കാൻ നിൽക്കണ്ട. എന്നാലും പ്രിയപ്പെട്ടവരെ, നമ്മൾ ശരിക്കും ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ചു, പടച്ചവനെ, ഞാനിങ്ങനെ സ്നേഹിക്കുന്ന, താലോലിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മകന്, മകള്, മകൻ്റെ മക്കള്, മകളുടെ മക്കള്, ഇവരൊന്നും ഇല്ലാതെ ഞാൻ സ്വർഗത്തിൽ പോയി എന്ത് ചെയ്യാനാ? അല്ലേ, എന്ത് ചെയ്യാനാ? കുറച്ചും കൂടി കടുപ്പമായി ചിന്തിച്ചു നോക്ക്. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ സ്വർഗത്തിലും എൻ്റെ ഈ പ്രിയപ്പെട്ടവർ അപ്പുറം നരകത്തിലുമായി പോയാൽ ഞാൻ എന്ത് ചെയ്യും? എങ്ങനെ സഹിക്കും? അതുകൊണ്ട് എനിക്കെൻ്റെ പ്രിയപ്പെട്ടവർ എന്നോടൊപ്പം ഉണ്ടാകണം. അതിന് ഞാൻ അവരിൽ പരിശ്രമിക്കണം, ഞാൻ അവരിൽ അധ്വാനിക്കണം, അവരെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കണം. അതിന് എൻ്റെ പ്രവർത്തനം, പെരുമാറ്റം കാരണമാകണം. എൻ്റെ പ്രസംഗം കാരണമാകണമെന്നല്ല, എൻ്റെ പെരുമാറ്റം കാരണമാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയിൽ നമ്മുടെ കുടുംബത്തെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് സ്വർഗപ്രവേശനത്തിന് ഭാഗ്യം കിട്ടുന്നവരിൽ നമ്മളൊക്കെ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമളാനിൻ്റെ ഇത്ഖും മിനന്നാർ അല്ലാഹു തആല പ്രഖ്യാപിക്കുമ്പോൾ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഞാനുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും പരടികളെ അള്ളാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമാറാകട്ടെ. സ്വർഗപ്രവേശനം നൽകുമ്പോൾ അള്ളാഹു നമുക്കെല്ലാവർക്കും സ്വർഗപ്രവേശനം നൽകി സന്തോഷിപ്പിക്കുമാറാകട്ടെ. ദുസ്വഭാവങ്ങളിൽ നിന്നും, ദുർഗുണങ്ങളിൽ നിന്നും, ദുർവഴികളിൽ നിന്നുമൊക്കെ അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.